കേരള സർവകലാശാല രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിനെതിരെയുള്ള പ്രതികാര നടപടികൾ കടുപ്പിച്ച് മുൻപോട്ട് പോവുകയാണ് വി.സി. മോഹനൻ കുന്നുമ്മൽ. അതായത് ഈ അനിൽകുമാറിന്റെ ശമ്പളമടക്കം തടയണമെന്ന ചില കർശന നിർദ്ദേശം ഇതിനോടകം തന്നെ ഫൈനാൻസ് ഓഫീസർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അനിൽകുമാറിന് ശമ്പളം അനുവദിച്ചാൽ നടപടി സ്വീകരിക്കുമെന്നതാണ് ഒരു താക്കീത് കൂടിയുള്ളത്. മാനസ മനോജാണ് വിവരങ്ങൾ നൽകാനുള്ളത്. മാനസ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വർഷ. മാനസ, സർക്കാരൊക്കെ ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ മോഹനൻ കുന്നുമ്മലിന്റെ ഇത്തരത്തിലുള്ള നടപടികൾ അതെങ്ങോട്ടാണ് അതിന്റെ പോക്ക് എന്നൊരു വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അതുതന്നെയാണ്, സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടും സർക്കാരിൻ്റെ നിലപാട് അംഗീകരിക്കാതെ വി.സി. മോഹനൻ കുന്നുമ്മൽ തൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ തനിക്ക് തോന്നിയ പോലുള്ള നിയമമാണ് കേരള സർവകലാശാലയിൽ നടത്തുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നത്. സർവകലാശാലയിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പോലും നിർവഹിക്കാത്ത വി.സിയാണ് ഇപ്പോൾ രജിസ്ട്രാറുടെ കാര്യത്തിൽ അതിവേഗത്തിൽ നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രജിസ്ട്രാർ അനിൽകുമാറിനെതിരെ പ്രതികാര നടപടിയുമായി ഇറങ്ങിയിരിക്കുകയാണ് വി.സി. മോഹനൻ കുന്നുമ്മൽ എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഈ ശമ്പളം ഉൾപ്പെടെ പിടിച്ചു വെക്കാനുള്ള ഒരു നീക്കമാണ് ഫൈനാൻസ് ഉദ്യോഗസ്ഥർക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ശമ്പളം പിടിച്ചു വെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് നീങ്ങുകയാണ് വി.സി. മോഹനൻ കുന്നുമ്മൽ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ രീതിയിലുള്ള പ്രതികാര നടപടികൾ വി.സി. മോഹനൻ കുന്നുമ്മലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് വർഷ. കാരണം ഈ രജിസ്ട്രാറായി അനിൽകുമാറിനെ അംഗീകരിക്കണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അതോടൊപ്പം തന്നെ അതുതന്നെ ആയി മുന്നോട്ട് പോകണമെന്ന് സർക്കാർ ഉൾപ്പെടെ ആവശ്യപ്പെടുമ്പോൾ അത് ഒട്ടും തന്നെ അംഗീകരിക്കില്ല എന്ന കടുത്ത നിലപാടുമായ വി.സി. മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ഫണ്ടുമായി ബന്ധപ്പെട്ട ഫയലുകളൊക്കെയും തന്നെ ഒപ്പിട്ട് അയക്കുമ്പോഴും അത് അംഗീകരിക്കാതെ ഈ രജിസ്ട്രാർ ഇൻചാർജുള്ള മിനി കാപ്പൻ നൽകുന്ന ഫയലുകൾ, ഒപ്പിട്ട ഫയലുകൾ നൽകുമ്പോൾ അത് അംഗീകരിച്ച നടപടി സ്വീകരിക്കുന്നു അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാഹനം തടയുന്നത് അല്ലെങ്കിൽ വാഹനം നിർത്തുന്ന ഒരു പ്രവണതയൊക്കെയും തന്നെ ഉണ്ടായിരുന്നു വി.സി. മോഹനൻ കുന്നുമ്മലിൻ്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വന്നതാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം വി.സി. കേരള സർവകലാശാലയിൽ എത്തുന്നത് 10 ദിവസം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് എന്നുള്ളതാണ്. അതായത് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് അവരുടെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ സർവകലാശാലയിൽ സമയം പോലും കണ്ടെത്താത്ത അല്ലെങ്കിൽ സർവകലാശാലയിൽ എത്താത്ത വി.സി. രജിസ്ട്രാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ വേണ്ടി മാത്രം എത്തുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. ഇനിയിപ്പോൾ വി.സി. സർവകലാശാലയിൽ എത്തിയിട്ടില്ല എങ്കിൽ കൂടിയും ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കൈമാറുന്ന രീതിയും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നും വി.സി. കേരള സർവകലാശാലയിൽ എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും ഇത്തരത്തിൽ വി.സിയുടെ നടപടികൾ ഒക്കെയും തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും വിഷയം ചർച്ച ചെയ്ത പ്രശ്ന പരിഹാരത്തിനായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കാനാണ് ഇടത് അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതുവരെയും സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ആവശ്യത്തിൽ പോലും ഈ മോഹനൻ കുന്നുമ്മൽ കൃത്യമായ ഒരു പ്രതികരണം നൽകുന്നില്ലല്ലേ? അതുതന്നെയാണ്, സിൻഡിക്കേറ്റ് യോഗം വിളിച്ചാൽ പ്രശ്നം പരിഹരിക്കേണ്ടി വരും. പ്രശ്നം പരിഹരിക്കാൻ എന്തായാലും വി.സി. തയ്യാറല്ല എന്ന് തന്നെയാണ് ആ നിലപാടിൽ നിന്നും വ്യക്തമാകുന്നത്. മാത്രമല്ല, സെപ്റ്റംബറിൽ ആദ്യവാരം യോഗം വിളിച്ചാൽ മതി എന്ന നിലപാടിലാണ് മോഹനൻ കുന്നുമ്മൽ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള അതായത് ഓഗസ്റ്റ് മാസവും ഇതേ രീതിയിലുള്ള നിലപാടുമായി വി.സി. മോഹനൻ കുന്നുമ്മൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രകടമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും തന്നെ അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഏതായാലും പ്രതിസന്ധി വീണ്ടും കടുക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കോടതിയിലേക്ക് വിഷയം എത്താൻ തന്നെയാണ് സാധ്യത എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതോടെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഈ പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയും തന്നെ പ്രതിസന്ധിയിലാകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. 10 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ മോഹനൻ കുന്നുമ്മൽ ഈ സർവകലാശാലയിലേക്ക് എത്തുന്നത്. മാത്രമല്ല, ഇതിനോടകം തന്നെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന രീതിയിൽ നിരവധി ഫയലുകളാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്. അതിലൊന്നും ഒരു തീരുമാനമോ ഒരു നീക്കമോ വി.സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇത് രജിസ്ട്രാർക്കെതിരെ ഒരു പ്രതികാര നടപടി എടുക്കുക, ആ നടപടി കടുപ്പിക്കുക, ആ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം സർവകലാശാലയിലേക്ക് എത്തുക അല്ലേ?
അതുതന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞ ദിവസം SFIയുടെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. കാരണം 10 ദിവസം കഴിഞ്ഞാണ് VC സർവകലാശാലയിൽ എത്തുന്നത്. എത്തിക്കഴിഞ്ഞാലോ ഇത്തരത്തിലുള്ള പ്രതികാര നടപടികൾ നടത്തുന്നു. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സർവകലാശാലയുടെ ചട്ടങ്ങളൊന്നും പാലിക്കുന്നില്ല എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു വിദ്യാർത്ഥി സംഘടനകളുടെ SFIയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പ്രതിഷേധം എന്ന് പറയുന്നത്. ഈ പ്രതിഷേധം കണക്കിലെടുത്ത് VC പുറകുവശത്തെ കൂടിയാണ് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങളും അറിഞ്ഞിരുന്നു. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ ഇന്നും VC മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാലയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്താൻ തന്നെയാണ് സാധ്യത എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. കാരണം ഇത്തരത്തിലുള്ള മനോഭാവം, അതായത് സർവകലാശാല ചട്ടവും നിയമവും അനുസരിച്ച് പ്രവർത്തിക്കാതെ മുന്നോട്ട് പോകുന്ന VCക്കെതിരെ കടുത്ത നടപടി അല്ലെങ്കിൽ കടുത്ത പ്രതിഷേധം തന്നെ കാഴ്ചവെക്കാൻ തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നം എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരമാകുമെന്ന പ്രതീക്ഷ നിലവിൽ ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് VC അയയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ നിലനിൽക്കുന്നത്. വർഷ.